ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിയേക്കാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് കേട്ടോ. നമുക്ക് 1/2 കപ്പ് റവയും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തോ എടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ വേണം നമ്മളിതിനെ പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് മാവൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റവ കുറേശ്ശെയായി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ, ഇതിലെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് ഇതുപോലെ കിട്ടുന്നത് വരെ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഓരോ ബോളും ചപ്പാത്തി പ്രസ്സിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ. നമുക്ക് ഓരോന്നും ഇങ്ങനെ നല്ല ഈസി ആയിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ചപ്പാത്തി കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കണം. ഇത് കൂടുതൽ പൊങ്ങി വരുമൊന്നുമില്ല, പക്ഷെ നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിനേക്കാളും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ പൊറോട്ടയ്ക്ക് കഴിക്കുന്ന ആ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ തോന്നുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ കറി ആണെങ്കിലും നോൺ വെജ് കറി ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്